വേണ്ട മാറുക. എന്റെ പെങ്ങളെ ബാധിച്ചിരിക്കുന്ന പിശാചാടാ നീ. നിന്നെ കൊന്നാലേ ഇനി ഞങ്ങൾക്ക് രക്ഷയുള്ളൂ. കൊല്ലാനാണെങ്കിലും കൊല്ലാനാണെങ്കിലും നേർക്ക് നേരെ മതി. അതാണ് എന്റെ ഒരു രീതി. ഇനി അവളെ എന്റേതല്ലാതാക്കാൻ തനിക്ക് കഴിയില്ല. ഞാൻ തന്നെ കിട്ടുവോളെ. അത് നമുക്ക് കാണാം. കാണാം. പോടാ, വിടാൻ വിടാൻ. അങ്ങനെയാണെങ്കിൽ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. ആ പെൺകുട്ടിക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് അവരുടെ കല്യാണം ഉടനെ എങ്ങനെ നടത്തണം. പക്ഷെ ആ കമ്മീഷണർ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോ പോവാൻ പറ. അയാളൊരു ചുക്ക് ചെയ്യില്ല. അല്ല, അങ്ങനെയാണെങ്കിലേ നമുക്ക് സേതുവിന്റെ കൂടെ ഈ കൂട്ടത്തിൽ നടത്തിയാലോ? എന്ത് സേതുവിന്റെ? അല്ല, അതിപ്പോ വേണോ ഈ ബഹളത്തിനിടയില്? അല്ല, കമ്മീഷണറുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നെങ്കിലേ അയാളെ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ നോക്കിക്കോളാം. വല്ലേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്. സേതുവിനും പ്രായം കൂടി വരെയല്ലേ. സിദ്ധാർത്ഥന്റെ കല്യാണം കഴിയട്ടെ എന്നായിരുന്നു അവന്. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പെണ്ണിനെ കണ്ടെത്തണം. ആ പെണ്ണിനെ അവന് ഇഷ്ടപ്പെടണം. പിന്നെ അത് ഉറപ്പിക്കണം. പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ അളിയന്റെ ഇഷ്ടം കൂടെ ഒന്ന് അറിഞ്ഞാ മതി. പെണ്ണാരാണെന്ന് അറിയാതെ എങ്ങനെയാ ഇഷ്ടമാണോന്ന് പറയാ? അളിയൻ അറിയും. എന്റെ മോള് രാധിക. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഇങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ ഉണ്ടായില്ലല്ലോ എന്നുള്ളതാണ് എന്റെ പേടിച്ചു. എന്തു പറയുന്നു? സേതുവിന് ചേരുന്ന കുട്ടിയാ രാധിക. നമുക്ക് ഈ രണ്ട് കല്യാണം ഒന്നിച്ച് നടത്തിയാലോ? അത് ഇനിയൊന്നും ആലോചിക്കാനില്ലടിയാ. നമുക്കിതങ്ങ് നടത്താം. ഈ അളിയൻ കാര്യങ്ങൾ നീക്കിക്കോട്ടെ. ശരി, നമുക്ക് ഈ രണ്ട് കല്യാണവും ഗംഭീരമായിട്ട് നടത്താം. ഇത് നമ്മൾ ഗംഭീരമായി കൊണ്ടാടിയേ പറ്റൂ സുഹൃത്തുക്കളെ. പണ്ട് വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ ഒരു മേനക വേണ്ടി വന്നുവെങ്കിൽ ഇവിടെ നമ്മുടെ മുതലാളിയുടെ തപസ്സിളക്കാൻ ഒരു മെഡിക്കൽ സുന്ദരി വേണ്ടി വന്നു. ഒപ്പം എന്റെ കോച്ചിങ് കൂടി ആയപ്പോൾ മുതലാളിയുടെ മനസ്സാടി ഉലഞ്ഞു. എന്ത് തോന്നിയതാണ് നീ കാണിക്കണേ? പുളകം കൊള്ളിക്കുന്ന ഒരു വാർത്ത എവരെ അറിയിക്കുന്ന എങ്ങനെയാണ് ബൈ തോന്നിയാസാവുന്നത്? നിർത്തടാ. ജോലി വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി നിന്നെ ആരാടാ കമ്പനിക്കകത്ത് കയറ്റിവിട്ട്? അതും പോരാഞ്ഞ് മറ്റുള്ളവരുടെ ജോലി നിർത്തിവെപ്പിച്ചുകൊണ്ട് അവന്റെ ഒരു പ്രസംഗം. മുതലാളിയുടെ കല്യാണ വാർത്ത തൊഴിലാളികൾക്കെല്ലാം സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അതിന്റെ പേരിൽ ഒരു 10 മിനിറ്റ് ആഘോഷിച്ചെന്ന് കരുതി കമ്പനിക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവാൻ പോണില്ല. ടേക്ക് ഇറ്റ് ഈസി. നഷ്ടവും ലാഭം തീരുമാനിക്കാൻ നീ ആരാ? ദേഹത്തോട്ടുള്ള കളി വേണ്ട. നീ എന്തിനാ കൈയെടുക്കാനാ പറഞ്ഞത്? പട്ടി പിടിച്ചു പുറത്താകണം. എടാ, നിനക്കൊക്കെ ശമ്പളം തരുന്നത് ഞാനാ പറയുന്നത്. പിടിച്ചു പുറത്താക്കാൻ. പിടിച്ച് പുറത്താക്കവനെ. വെറുതെ വിളിച്ചു പോയി അണ്ണാക്കിലെ വെള്ളം വറ്റിക്കണ്ട. ഞങ്ങളെ തമ്മിലടുപ്പിക്കാനൊന്നും തന്നെ കൊണ്ടാവില്ല. അതിന് വേറെ MBA എടുക്കേണ്ടി വരും.